Hi, hello, it's me Jilna. Welcome to another episode of Ginger Coffee Vlogs. ഇന്ന് ഓഗസ്റ്റ് 30. ഇന്നാണ് നോർത്ത് ഷോർ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിന്റെ ആരംഭം. അതായത് തലേദിവസത്തെ പ്രോഗ്രാം. എത്ര മണിക്ക് സൂചിട്ട് തുടങ്ങുന്നത്? 5:30 5:30 തൊട്ട് ഒരു 9 മണി വരെയാണ് പ്രോഗ്രാം. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് പോവാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. എന്തായാലും ലേറ്റ് ആവും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം മേക്കപ്പും പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് വരുമ്പോഴത്തേന് എന്തായാലും ഒരു സമയമാവും. നമ്മൾ ഇവിടുത്തെ ഒരു പ്രോഗ്രാം അങ്ങനെ മിസ്സാക്കാറില്ല കേട്ടോ. കാരണം നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന്റെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടായിരിക്കും, പൂരം പെരുന്നാളൊക്കെ ആഘോഷിക്കാം. പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ കിട്ടുന്ന മാക്സിമം പ്രോഗ്രാം ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഫാമിലി ആയിട്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനും കൂടുതൽ മലയാളീസിനൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി ശരിക്കുള്ള ഓണത്തിന്റെ സദ്യ, വടംവലി, അങ്ങനത്തെ മെയിൻ പ്രോഗ്രാംസ് ഒക്കെ നാളെയാണ് കേട്ടോ. 31-ാം തീയതിയാണ്. അത് രാവിലെ തൊട്ടാണ്. ഒരു 9 സസ്പെൻസ് കളഞ്ഞില്ലേ. അപ്പൊ നാളെ രാവിലെ ഒരു 9 മണി തൊട്ട് 9-9:30 തൊട്ട് ഒരു 7:30 വരെയാണ് പ്രോഗ്രാം. നാളത്തെ പ്രോഗ്രാം. ഓണസദ്യയൊക്കെ ഉണ്ട്, പായസമൊക്കെ ഉണ്ട്, 2 തരം പായസം ഒക്കെ ഉണ്ട്. അച്ചൂസിന് എന്താ കൂടുതൽ ഓണത്തിന്റെ പ്രോഗ്രാമിന് പോകുമ്പോ എന്താണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ട്? ഫ്രണ്ട്സിന്റെ കൂടെ ഫുട്ബോൾ കളിക്കും. പിന്നെ ഫുഡ് കഴിക്കാൻ. ശരിയാ, ഇന്ന് കൊറേ എന്തൊക്കെയോ ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, പിള്ളേർ ഇതൊക്കെ ഷോപ്പൊക്കെ ഉണ്ടല്ലേ. ടാറ്റു. പിന്നെന്തോ, പിന്നെ നാളെ ഗാനമേളയുണ്ട്, ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്, സദ്യ ഉണ്ട്, അത് കഴിക്കണ്ടേ, പായസമൊക്കെ കൂട്ടി കഴിക്കണ്ടേ. അച്ഛന് എന്താ അറിയാ ഓണത്തെ കുറിച്ചിട്ട്? എന്താ അറിയാ ഒന്ന് പറഞ്ഞേ. എന്തിട്ട് ഓണം? ഓണത്തെ കുറിച്ചിട്ട് അച്ഛനെ? എന്റെ അപ്പൻ വരുന്നത് മാവേലിയായിട്ട്. എന്റെ അപ്പനാണ് മാവേലി. അവിടെ മാവേലി വരും. പിന്നെ പിന്നെന്താ? സദ്യ. പിന്നെ സ്കൂൾ വെക്കേഷന്റെ ടൈം നാട്ടിലാണെങ്കിൽ അല്ലേ? നാട്ടിലാണെങ്കിൽ ഇവിടെ ഇപ്പൊ സൺഡേ സാറ്റർഡേ അല്ലേ? അല്ല, ഇന്ന് ഫ്രൈഡേ ആണല്ലേ? നാളെയാണ് സാറ്റർഡേ, ഇന്ന് ഫ്രൈഡേ. അമ്മാളുവിന്റെ ഇന്ന് സ്പെഷ്യൽ, ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എന്താ? അമ്മാളുവിന്റെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ ആണ്. അതാണ് ഏറ്റവും വലിയ. പക്ഷെ ഓണം എന്താന്നറിയോ ശരിക്കും? സെപ്റ്റംബർ 15-നാണ്. അപ്പൊ നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോയാലോ? എന്റെ അപ്പൻ മാവേലി. ഇന്നല്ല, അപ്പം മാവേലി നാളെയാ. അതെ, താടിക്ക് വെച്ച മാവേലി ആദ്യമായിട്ടായിരിക്കും. താടി വെച്ച. അപ്പേ റെഡി അല്ലേ? പോയാലോ? അമ്മാളുവിന്റെ ഫസ്റ്റ് ആണ്. എന്താ അറിയാം. അല്ല വിടുക്കോ? ഇന്ന് നമ്മുടെ ചായക്ക് സ്നാക്സ് അലുവയാണ് കേട്ടോ. ഇത് നമ്മള് പോളേട്ടന്റെ കടന്ന് മേടിച്ചതാണ്. അമ്മയ്ക്ക് ബ്ലാക്ക് അലുവ കഴിക്കുമ്പോ എന്താ ഓർമ്മ പറഞ്ഞറിയോ? ഒല്ലൂര് മാലാക്കയുടെ പെരുന്നാള്. ആ പെരുന്നാൾക്കാണ് ഞങ്ങളിങ്ങനെ ബ്ലാക്ക് അലുവ ഒക്കെ വാങ്ങിച്ച് കഴിക്കാം. ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നമുക്ക് പോവാം. ഇവിടെ ബേവ്യൂ പ്രൈമറി സ്കൂളിലാണ് കേട്ടോ പ്രോഗ്രാം 2 ദിവസത്തെ. പിന്നെ ഇതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു എന്താ പറയാ ഡെലിവറി എക്സ്പീരിയൻസ്, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച സമയത്താണ് നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡിങ് ആ ഒരു ദുരന്തമൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ഭയങ്കര ഒരു ഡിപ്രഷനായിരുന്നു. എന്തൊരു വിഷമമുള്ളൊരു സംഭവമാണല്ലേ. എന്താ പറയാ, കുറെ പേര് മരിച്ചു പോയി.
ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ന്യൂസ് ചാനലും ഇൻസ്റ്റാഗ്രാമ് എന്തോ ഓപ്പൺ ചെയ്യാനും അവിടുത്തെ ന്യൂസാണ് വരാറ്. ഭയങ്കര ഒരു വിഷമമുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ന്യൂസൊക്കെ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ ഇത്ര വിഷമം, അപ്പോൾ അതൊക്കെ അനുഭവിച്ചവരുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും അല്ലെ? ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാനും മുന്നോട്ട് ജീവിക്കാനും ഉള്ള ഒരു ശക്തി ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാല്ലേ നമുക്ക്. ഹലോ, നമസ്കാരം. ഈ അവസരങ്ങളൊന്നും പാഴാക്കിയില്ല കേട്ടോ. പറ്റുന്ന രീതിയിൽ എല്ലാ മത്സരങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യണ്ണ അച്ഛൻ മ്യൂസിക്കൽ ചെയർ എന്ന് പറയാൻ പറ്റില്ല, ബെല്ലായിരുന്നു. ബെൽ ചെയറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിള്ളേരൊക്കെ ഫുൾ എനർജിയിലാണ് കേട്ടോ. കാരണം അവർക്ക് വല്ലപ്പോഴൊക്കെ ഒത്തു കിട്ടുന്ന ഒരു അവസരമാണല്ലോ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് അവർ ഭയങ്കര ഒരു എനർജിയിലായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അച്ചൂസ് കൈമ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വന്ന് കാണിച്ചു തരാണ്. പിന്നെ ഇതേ പഞ്ഞിമിഠായി, ചിപ്സ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൽ മേടിക്കാനായിട്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മാളും നല്ല ഉറക്കമായി. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെയറൊക്കെ ഇട്ട് അവളുടെ അടുത്താണ് ഇരുന്നു. ബോഡി ആദ്യം പോകരുത്. ഓക്കെ, പറ്റും. രാവിലെ ഓക്കെ പറ്റും. പറ്റും പിടിക്കാം. കഴിഞ്ഞു, ഒറ്റയടി കഴിഞ്ഞു. അമ്മാനെ അടിക്ക്. റിസ്റ്റ് മടങ്ങരുത്. ഫൗളാണ്, 2 ഫൗളാണ്, ഔട്ടാണ്. റിസ്റ്റ് മടങ്ങരുത്. നിങ്ങൾ ഉറങ്ങിപ്പോയ പിടിക്കേ. അച്ഛന് പിന്നെ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട. ഫുൾ ടൈം ഫുട്ബോൾ കളി തന്നെ.
അവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അടിക്ക്, 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 അടിക്ക്.